ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിച്ച് ചൂസ് ജേനി. അപ്പോൾ കുറച്ച് ദിവസമായില്ല ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇന്ന് പൂരാട് തന്നെയല്ലേ? പൂരാടാണ്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഓണർ സെലിബ്രേഷൻ എന്നാണ് കേട്ടോ, വെള്ളിയാഴ്ചയാണ്. നാളെ നമുക്ക് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്, ലീവൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്ക് വ്ളോഗിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ രാവിലെ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. സാരിയൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നേരത്തെ എണീറ്റു, അല്ലെങ്കിൽ 7 മണിക്ക് ആവാറുണ്ട്. അപ്പം നേരത്തെ എണീറ്റിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ദിവസത്തിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്നലെ ഇട്ട പൂക്കളാണ് കേട്ടോ. ഇന്നലെ മൂലക്കളാണല്ലോ. അപ്പോൾ ഇത് കളഞ്ഞിട്ട് നമുക്ക് വേഗം തന്നെ പൂക്കളിടണം. ഇന്ന് ഞാൻ പൂക്കളത്തിന് വേണ്ടി ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഇതിട്ടിട്ട് വേണം ഇനി കുളിച്ച് സാരിയൊക്കെ റെഡിയാക്കാൻ. അപ്പോൾ സാരി ഓൾറെഡി നമ്മൾ പ്രീ പ്ലീറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മയാണ് എടുത്ത് തരുന്നത്, എനിക്ക് എടുക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ പൂക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പുതിയ പൂക്കളം ഇടാം. പേപ്പർ വന്നെടുക്കുന്നുണ്ട്. പാല് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ആദ്യം എടുത്ത് ഉള്ളിലൊന്ന് വെക്കാം, എന്നിട്ട് നമ്മുടെ പൂക്കളത്തിൻ്റെ പണി തുടങ്ങാം കേട്ടോ. ഇതായിരുന്നു കേട്ടോ ഇന്നലത്തെ പൂക്കളം. ഞാൻ ഷോർട്ട്സായിട്ട് ഇടാറുണ്ട് ഡെയിലി നമ്മുടെ ഓരോ ദിവസത്തെ പൂക്കളം എന്ന് പറഞ്ഞിട്ട്. നമുക്കിത് വാരിയിട്ട് ഒരു കവറിലാക്കിയിട്ട് കൊണ്ടുപോയി കളയാം കേട്ടോ. അതാ ഞാൻ വാരി ഒരു കവറിലിട്ടിട്ടുണ്ട്. നമുക്ക് കൊണ്ടുപോയി കളഞ്ഞിട്ട് വരാം കേട്ടോ. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരും. അങ്ങനെ ഞാൻ വേഗം ഉള്ളിൽ പോയി ചൂലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ നന്നായി അടിച്ച് വാരിട്ടോ. ഈ പൂക്കളൊക്കെ കാറ്റത്ത് പറക്കണോണ്ട് ചവിട്ടിയിലൊക്കെ നന്നായിട്ട് പൂക്കളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ചു വിട്ടു നന്നായിട്ട്. പോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ബാക്കിയുള്ള പൂക്കൾ, തലേസട്ടൻ്റെ ബാക്കിയുള്ള പൂക്കളാട്ടോ. ഇന്നലെ പുതിയ പൂക്കളൊന്നും വാങ്ങിയില്ല. പിന്നെ ഞാനൊരു പാക്കറ്റ് പൂ വാങ്ങി, പക്ഷേ അത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വാങ്ങിയതാട്ടോ. അപ്പോൾ ഈ ഒരു ഉള്ള പൂക്കൾ വെച്ച് നമുക്ക് ഒരു കുഞ്ഞു പൂക്കളിടാം. ഇന്ന് അധിക സമയത്തിന് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ വേഗം പൂക്കളം ഇട്ട് തുടങ്ങിട്ടോ. സാധാരണ ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ട് ഞാൻ പൂക്കളിടാറുള്ളത്. ഇന്ന് എന്തോ 10-15 മിനിറ്റിൽ വേഗം ഞാൻ പൂക്കളിട്ട് തീർത്തു കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ ഞാൻ തലേ ദിവസം ഡിസൈനൊക്കെ നോക്കി വെക്കാറുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിൽ തോന്നിയ എന്തോ ഒരു ഡിസൈനാട്ടോ ഇട്ടത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ നമുക്ക് വേഗം പോയി ഇനി റെഡിയാവാൻ നോക്കാം കേട്ടോ. ഡെയിലി രാവിലെ എനിക്കൊരു കട്ടൻ ചായ കുടിക്കുന്നത് ശീലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് വേഗം ഒരു കട്ടൻ ചായ പോയി കുടിച്ചു. ആ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ എന്തോ ശബ്ദം കേൾക്കാണ്ട് ഞാൻ പറഞ്ഞ പച്ചൻ എന്താന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ഇതാട്ടോ നമ്മുടെ സാരി. ഇത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പ്രീ പ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അങ്ങനെ നമ്മുടെ സ്റ്റെപ്പും അങ്ങനെ വെച്ചേക്കാണ്. ഇതാട്ടോ ബ്ലൗസ്. ഇത് പിന്നെ അമ്മയ്ക്കും ഇന്ന് ഓണം സെലിബ്രേഷനാണ്, അപ്പം അമ്മയ്ക്കുള്ള സാരിയാണ്. നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരാം. ഞാൻ ഇന്നലെ രാത്രി ഒരു 11 മണിയൊക്കെ ആയപ്പോഴാട്ടോ തല ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ ഷാമ്പൂ വാഷ് ചെയ്യുന്നില്ല, കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടി ഉണങ്ങാതെ മുടിയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇന്നലെ ഷാമ്പൂ വാഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് മേലേകിയാൽ മാത്രം മതി. അപ്പോൾ വേഗം പോയിട്ട് മേലേകിയിട്ട് വരാം. എന്നിട്ട് സാരി എടുപ്പിക്കാൻ എത്ര നേരം എടുക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വേഗം പോയിട്ട് അത് ചെയ്യട്ടെ കേട്ടോ. നമുക്കിന്ന് 8:30ക്ക് ഒപ്പി തുടങ്ങും. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു 8:05, 8:10 ആകുമ്പോഴെങ്കിലും ഇറങ്ങണം. അപ്പോൾ വേഗം റെഡി ആവണം. അപ്പോൾ വേഗം കുളിച്ചിട്ട് വരാം. അങ്ങനെ വേഗം കുളിച്ചിറങ്ങി ബേസിക് സ്കിൻ കെയർ ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ. ടോണർ അപ്ലൈ ചെയ്തു, സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. സാധാരണ ഞാൻ BB ക്രീമാണ് തേക്കാറുള്ളത്. ഇന്നൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ്റെ കൂടെ ഫേസ് സ്കാനറുടെ സ്ട്രോപ്പ് ക്രീമും കൂടി മിക്സ് ചെയ്തിട്ടോ മുഖത്ത് തേച്ചത്. പിന്നെ കണ്ണെഴുതി, പുരുകൊക്കെ എഴുതി. ബാക്കി മേക്കപ്പ് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. സാരി എടുപ്പിക്കാൻ അമ്മ വന്നപ്പോൾ തൊട്ടൊരു അംഗംവെട്ടാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അമ്മ കുറേ സാരി എടുപ്പിക്കും, എനിക്കിഷ്ടാവില്ല. വീണ്ടും അമ്മ എടുപ്പിക്കും. അങ്ങനെ കുറേ വട്ടം എടുപ്പിച്ചാട്ടോ ഞാൻ ഈ ഒരു കോളത്തിൽ ഇവിടെ എത്തിയത്. ഞങ്ങളെല്ലാവരും സാരി എടുത്തിട്ട് അടിപൊളിയായിട്ടില്ലേ. സാരി അങ്ങനെ എടുക്കാത്തതുകൊണ്ട് തന്നെ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കും ശരിക്കും സെയിം ബ്ലൗസ് ആയിരുന്നു കേട്ടോ. പക്ഷേ സാരിയുടെ കളർ മാത്രം ഡിഫറെൻ്റ് ആണ്, സെയിം മെറ്റീരിയൽ ആയിരുന്നു. എന്തായാലും അടിപൊളിയായി. അങ്ങനെ രാവിലെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. സാരി എടുക്കണ തിരക്കും പിന്നെ വേഗം എത്തണേൻ്റെ തിരക്കൊക്കെ ആയിട്ട് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അപ്പോൾ 11 മണിക്കൊക്കെ ഇന്നലെ വിശന്നപ്പോൾ ഒരു കട്ട്ലേറ്റും പിന്നെ കാപ്പി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വിശപ്പുണ്ട്. ഇത് ഇട്ടി ഓടുന്ന മുറിയാട്ടോ. അപ്പോൾ അവിടെ തന്നെ ഞാൻ ജസ്റ്റ് കുടിക്കുകയാണ്. അങ്ങനെ 1 മണിയായപ്പോൾ കോപ്പി കഴിഞ്ഞോട്ടെ. ഞങ്ങൾ നേരെ സദ്യ കഴിക്കാൻ വന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു. സദ്യ കഴിച്ചിട്ട് വേണം നമുക്കിനി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ. ഇത്രയും നന്നായി കഷ്ടപ്പെട്ട് അണിഞ്ഞൊരുങ്ങി വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തില്ലെങ്കിൽ നഷ്ടമല്ലേ. രാവിലെ വന്നപ്പോൾ തൊട്ട് ഭയങ്കര തിരക്കായിരുന്നു ടോപ്പിൽ. അതുകൊണ്ട് രാവിലെയോ ഒന്നും നടന്നില്ല. ഇനിയെങ്കിലും കുറച്ച് വീഡിയോസ് എടുക്കണം കരുതി വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കുറച്ച്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തേക്ക് എത്തിയിട്ടോ. ഞാൻ കരുതി കുറേ സ്പീച്ചിനൊക്കെ ശേഷമാണ് പരിപാടി തുടങ്ങാമെന്ന്. പക്ഷേ അങ്ങനെയായിരുന്നില്ല. നമ്മൾ എത്തിയപ്പോഴേക്കും തന്നെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപാടിയായി. നമ്മുടെ പരിപാടി 6ാമത്തെ 7ാമത്തെ അങ്ങോട്ടായിരുന്നു. എൻ്റെ ഒരു പാട്ടും ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു, എല്ലാവരും നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ വക ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതെനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. ഇതിനെന്തെങ്കിലും ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പ്രതിവിധി എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ മാവേലി വന്നു. ഇത് നമ്മുടെ ക്ലീനിങ് ചേച്ചിമാരുടെ ഡാൻസ് ആണ് കേട്ടോ. ഇവരുടെ ഡാൻസ് കാണാൻ എല്ലാ കൊല്ലും എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും, കാരണം നല്ല അടിപൊളി നാടൻ സോങ്സ് എടുത്തിട്ടാട്ടോ ഇവർ ഡാൻസ് കളിക്കുക. പിന്നെ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു. അതേ ഇപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേച്ചിയുടെ വക ഒരു നാടോടി നിർത്താട്ടോ, നമ്മുടെ രാമായണക്കാറ്റ് ആ പാട്ടൊക്കെ ഉണ്ടല്ലോ, അതായിരുന്നു. ഇത് നമ്മുടെ സ്വന്തം ഓട്ടിയിലെ പിള്ളേരാണ്. അപ്പോൾ അവരുടെ ഡാൻസും അടിപൊളിയായിരുന്നു. ഇനി എൻ്റെ വീഡിയോസിൽ കാണാത്ത കുറച്ച് മുഖങ്ങളെ കാണിച്ചു തരാം. ഇത് കാത്ത് ലാബിലെ ടെക്നീഷ്യൻ ആട്ടോ, നമ്മുടെ സ്വന്തം ആഷിഖ്. പിന്നെ അവിടെ തന്നെ വർക്ക് ചെയ്യണം മഹേഷ് ചേട്ടനാട്ടോ. പിന്നെ ഇരിക്കുന്നതും കാത്ത് ലാബ് ടെക്നീഷ്യൻ തന്നെയാണ്. അങ്ങനെ അവനെ ചൊറിയാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ കുറച്ച് വീഡിയോ എടുത്താട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ കാത്തിലെ തന്നെ ടെക്നീഷ്യൻസ് ആട്ടോ ദയ, പിന്നെ അത് സ്ക്രബ് നേഴ്സാണ് സീന ചേച്ചി. അവരുടെ ഡാൻസോട് കൂടി പരിപാടി തീർന്നു വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ MD ഉണ്ട് കേട്ടോ, നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ രജിസാറ്, ആളുടെ വക ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉഷാറായിരിക്കുമ്പോഴാണ് അവസാനം കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ കസേരക്കളി ഉണ്ടായിരുന്നു, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, ലെമൺ ആൻഡ് സ്പൂൺ റേസ്. ഞാനൊന്നിനും പങ്കെടുത്തൊന്നുമില്ല. അത് കഴിഞ്ഞ് വേഗം വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞാനും സനയും കൂടി കുന്നോളത്ത് ബസ് കാത്തു നിൽക്കായിരുന്നു കേട്ടോ. ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ കടയിൽ മാവേലിനൊക്കെ കണ്ടു. എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. വീട്ടിലെത്തിയപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി തേങ്ങയുടെ പുഡിങ്ങും തേങ്ങാപ്പൂളൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.